السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമ്മുടെ ഇബാദത്തുകളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. قال رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, ലാ യതമയന്ന അഹദുക്കും അൽ മൗത ലിദുർരിൻ അസാബ. ഒരാളും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ലിദുർരിൻ അസാബ, തനിക്കെത്തിയ പ്രയാസം കാരണമായിട്ട് പടച്ചോനെ എന്നെ നീ മരിപ്പിക്കണേ എന്ന് പറയാൻ പാടില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അവനെ മരിപ്പിക്കണമെന്ന് അള്ളാഹുവിനോട് പറയണമെങ്കിൽ അവൻ ഇങ്ങനെയാണ് അള്ളാഹുവിനോട് പറയേണ്ടത്, പഠിച്ചവനെ എനിക്ക് ജീവിതം ഖൈറാണ് എങ്കിൽ എനിക്ക് നീ എന്റെ ഹയാത്തിലാക്കണേ, പഠിച്ചവനെ എനിക്ക് മരണമാണ് ഖൈറിയെങ്കിൽ എന്നെ നീ മരിപ്പിക്കണേ. ഇങ്ങനെയാണ് അവസാന ഘട്ടത്തിൽ അള്ളാഹുവിനോട് പറയേണ്ടത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. തനിക്കൊരു പ്രയാസം എത്തുമ്പോ പെട്ടെന്ന് അള്ളാഹിനോട് പറയാൻ പാടില്ല, അള്ളാഹു എന്നെ നീ മരിപ്പിക്കുകയെന്ന്. എങ്ങനെയാണ് അവസാന ഘട്ടത്തിൽ പറയേണ്ടത്? എനിക്ക് ജീവിതം ഖൈറാണെങ്കിൽ എനിക്ക് വീണ്ടും എന്നെ നീ ജീവിതം എനിക്ക് നീ നൽകണേ, എനിക്ക് മരണം ഖൈറാണ് എങ്കിൽ എന്നെ നീ മരിപ്പിക്കണേ എന്നാണ് അവസാന ഘട്ടത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ആരോഗ്യത്തോടുള്ള സന്തോഷത്തോടുള്ള ദീർഘായുസ് നമുക്കും ബന്ധപ്പെട്ടവർക്കും അള്ളാഹു നൽകട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശകൗനാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിൽ സഹാബാക്കൾക്ക് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ശത്രുക്കൾ സഹാബാക്കളെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു, വിഷമിപ്പിച്ചിരുന്നു. പല സഹാബിമാരെയും ശത്രുക്കൾ കൊലപ്പെടുത്തി. ഈ അവസരത്തിൽ ഉത്തരവിധങ്ങള് കഅബയുടെ തണലിലായി ഒരു പുതപ്പ് ഇങ്ങനെ ചരിച്ചു വെച്ച് ആ പുതപ്പിന്റെ ചെരുവിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. പുതപ്പ് ശരീരത്തിലിട്ട് പ്രവാചകൻ ആ കഅബയുടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് സഹാബാക്കൾ ചെന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, അലാ തൻതസിറുലന അലാ തദഉലന, പ്രവാചകരെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നില്ലേ? അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായത്തെ തേടുന്നില്ലേ? ഇതാ ശത്രുക്കൾ ഞങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് സഹാബാക്കൾ പ്രവാചകനോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖദ് കാന മൻ ഖബലകും യുഖദു റജുലു ഫയഗ്ഫറ ലഹു ഫിൽ അർദ്. സഹാബാക്കളെ, പരിശുദ്ധമായ ഈ ഇസ്ലാമിന്റെ പഴയ കാലം അഥവാ മുൻഗാമികളായ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അവരൊക്കെ വല്ലാതെ വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ട്. എന്നിട്ട് മുത്തനബി പറയുകയാണ്, മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കൾ ഒരു വ്യക്തിയെ അതാ പിടിച്ചു കൊണ്ടുപോകും, ഭൂമിയിൽ ഒരു കുഴി കുഴിക്കും, എന്നിട്ട് ആ മുസ്ലിമായ മനുഷ്യനെ ആ ഭൂമിയിൽ ഇറക്കി നിർത്തും, ആ ഭൂമിയുടെ കുഴിയിൽ ഇറക്കി നിർത്തും. പിന്നെ വാള് കൊണ്ടുവരികയാണ്, എന്നിട്ട് ഇസ്ലാമായതിന്റെ പേരിൽ ആ മനുഷ്യനെ തന്നെ ഒരു ഭൂമിയിൽ ഒരു കുഴി ഉണ്ടാക്കി ആ കുഴിയിൽ ഇറക്കി വെച്ച് ആ മുസ്ലിമിന്റെ തലയിലതാ വാള് കൊടുത്തു വെക്കുമെന്ന അങ്ങനെ ആ വാള് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി, ഇസ്ലാം ഉപേക്ഷിക്കാൻ വേണ്ടി അവനോട് കൽപ്പിക്കും. പക്ഷേ അവന് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരില്ല, ഇസ്ലാം ഉപേക്ഷിക്കുകയില്ല. അപ്പൊ എന്ത് ചെയ്യും? വാള് കൊണ്ട് അവനെ ഈരും. അങ്ങനെ അവനതാ ആ സഹോദരൻ ആ മുസ്ലിമായ മനുഷ്യനെ
രണ്ട് കഷ്ണമാക്കി ആ മനുഷ്യനെ പിളർത്തും. വയുൻഷതു ബി അംഷാത്തിൽ ഹദീദി മാ ദൂന ലഹമിഹി വഅദിമി. മാത്രമല്ല ആ മനുഷ്യനെ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടുവന്ന് അവന്റെ ഇറച്ചിയും എല്ലും വേർതിരിക്കുമെന്ന്. അതാ മുൻകാലത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇതായിരുന്നുവെന്ന് സഹാബാക്കളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മായസുദ്ദു ദാലിക ദീനി, ഇതൊന്നും ഇസ്ലാം വിട്ടുവരാൻ അവർക്കൊരു പ്രചോദനവും നൽകിയില്ല. ഇസ്ലാം വിട്ടുവരാൻ വേണ്ടി ജനങ്ങൾക്ക് അവരുടെ മനസ്സിനെ മാറ്റാൻ ശത്രുക്കളുടെ ഈ അക്രമമൊന്നും കാരണമായിട്ടില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് നടത്തുകയാണ്. എന്നിട്ട് പ്രവാചകൻ വീണ്ടും പറഞ്ഞു, വല്ലാഹി ലാ യുതിമ്മുന്നല്ലാഹു ഹാദൽ അംറ ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹദറമൗത്ത്. സഹാബാക്കളെ, ഇന്ന് നമ്മൾ മുസ്ലിങ്ങളായ ആളുകൾ വളരെ കുറച്ചാണെങ്കിലും ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ അല്ലാഹു പൂർത്തീകരിക്കും. അങ്ങനെ പൂർത്തീകരിച്ച് ഇസ്ലാം ഈ നാടിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് ഓരോ മുസ്ലിമിനും യാത്ര ചെയ്യാൻ അല്ലാഹു ഭാഗ്യം കൊടുക്കും. ലാ യഖാഫു ഇല്ലല്ലാഹ്, അവൻ അല്ലാഹനെ മാത്രം പേടിച്ചാൽ മതി. ഒരാട്ടിടയൻ തന്റെ ആട്ടിനെ പിടിക്കാനുള്ള ചെന്നായെ മാത്രം ഭയപ്പെട്ടാൽ മതി. ഇങ്ങനെയുള്ള നല്ലൊരവസ്ഥ നമുക്ക് വരുന്ന കാലത്ത് വരാനുണ്ട്. അതുകൊണ്ട് സഹാബാക്കളെ, നിങ്ങൾ ക്ഷമിക്കുകയാണ് വേണ്ടത് എന്ന് അവിടുത്തെ ആ സഹാബാക്കളോട് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് ഉപദേശിച്ചു എന്ന് ഹദീസ് ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹാബാക്കളോട് കൂടെ നമുക്കൊക്കെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടെ ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. പടച്ചവനെ റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ ഇസ്ലാം അനുസരിച്ച് ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ വിജയികളിൽ നമ്മളെ കൊടുത്തണം തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങളുടെ സുന്നിക്ക് ജമാഅത്ത് കബൂൽ ചെയ്യണം തമ്പുരാനെ. അല്ലാഹുവേ, വലിയ പ്രതിഫലം നീ നൽകണം തമ്പുരാനെ. ഇങ്ങനെ ഒരുപാട് ജമാഅത്തുകൾ പങ്കുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളത് മരിച്ചവരെ ഞങ്ങളെ ചുറ്റും മറവിട്ട് കിടക്കുന്ന എല്ലാവർക്കും സ്വർഗീയമായ ജീവിതം പ്രദാനം ചെയ്യണം റഹ്മാനെ. പടച്ചോനെ തമ്പുരാനെ, പരിശുദ്ധ റബീഉൽ അവ്വൽ ബഹുമാനിച്ച് ആ റബീഉൽ അവ്വൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യണം തമ്പുരാനെ. ആ പ്രവാചകന്റെ തന്നെ പിന്തുടരുന്ന യഥാർത്ഥ വിജയികൾ ഞങ്ങളെ പെടുത്തണം തമ്പുരാനെ. റബീഉൽ അവ്വൽ 12 അന്നത്തെ നേർച്ചയിലേക്ക് അരി ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഇറച്ചി ആവശ്യമുണ്ട്. കഴിയുന്നവരൊക്കെ അത് നൽകണം. അല്ലാഹുവേ, നൽകുന്നവർക്കൊക്കെ വലിയ ഖൈറും ബറക്കത്തും ഏറ്റിയിട്ട് നൽകണം തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി. അസ്സലാമു